മക്കളെ, ഇന്ന് നമുക്ക് സെക്കൻഡ് ടേമിലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. 7ാം ക്ലാസ്സിലെ സെക്കൻഡ് ടേം ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്കിവിടെ തന്നിരിക്കുന്നത് ചകതി 6 ആക്ടിവിറ്റി ഉണ്ട് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ. ഇതിൽ 5 എണ്ണാണ് നിങ്ങൾ ചെയ്യേണ്ടത്. 6 ആക്ടിവിറ്റിയിൽ 5 ആക്ടിവിറ്റിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. 25 മാർക്കാണ് നിങ്ങൾക്കുള്ള മാർക്ക്. फर्स्ट क्वेश्चन നോക്കാം. हम लोग जैसे तैसे मिल बांट कर एक ही पेन से काम चला लेते थे. एक लाइन वो अपनी कॉपी में लिखता तो दूसरी में इसमें थोड़ी दिक्कत तो होती थी, पर मजा भी आता था. और भी कई चीजें हम मिलकर बांट कर इस्तेमाल करते थे. एक अजीब सी खुशी मिलती थी ऐसा करने में. അതായത് ഈ തന്നിരിക്കുന്ന പാരഗ്രാഫ്, ഇത് ലേഖനം, അതായത് ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള ജന്നത്ത് കെ ബച്ചേ എന്ന പാഠത്തിൽ നിന്നാണ് ഈ തന്നിരിക്കുന്ന ഭാഗം. നിങ്ങൾക്കത് വായിക്കുമ്പോൾ മനസ്സിലാവും. ജന്നത്ത് കെ ബച്ചേ എന്ന ചാപ്റ്ററിലുള്ളതാണ്. അതിൽ ഇത് വായിച്ചതിന് ശേഷം താഴെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ എഴുതുക. ലേഖ് കെ ലിയെ ഉചിത് ശീർഷകത. ഫസ്റ്റ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഈ ലേഖനത്തിന് നിങ്ങളോട് ഉചിതമായിട്ടുള്ള ഒരു ടൈറ്റിൽ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, അത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൽ കൊടുക്കാൻ യോജിക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും ഒരു ടൈറ്റിൽ കൊടുക്കുക. അതിനൊരു മാർക്ക് നിർബന്ധമായിട്ട് ലഭിക്കും. നിങ്ങൾ ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന് മാർക്കിൽ ശരിയാണോ തെറ്റാണോ നല്ല പേരാണോ ഒന്നും നോക്കൂല. നിങ്ങൾ എഴുതിയിട്ടുണ്ടോ, അതിന് നിങ്ങളൊരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, അതിൻ്റെ ഒരു മാർക്ക് തീർച്ചയായിട്ടും ലഭിച്ചിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന പേര് റിസ്ത എന്നും പരിവാർ എന്നുമാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. റിസ്ത, പരിവാർ, ഇതിൽ ഏതെങ്കിലും ഒരു പേര്. റിസ്ത എന്ന് കൊടുക്കാം, പരിവാർ. റിസ്ത പറഞ്ഞാൽ പരിവാർ പറഞ്ഞാൽ കുടുംബം, റിസ്ത പറഞ്ഞാല് ബന്ധം. നമ്മൾ യൂണിറ്റിൽ റിസ്ത എന്നാണ് യൂണിറ്റ് അല്ലേ. അതുപോലെ മിത്രത, അങ്ങനെ എന്താണോ നിങ്ങൾക്ക് അവിടെ കൊടുക്കാൻ നിങ്ങൾക്ക് പേര് തോന്നുന്നത്, അങ്ങനെ ഒരു പേര് നിങ്ങൾ എന്ത് ചെയ്യാം, കൊടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏക് ഹി പെൻ സേ കൈസേ കാം ചലാ കർത്തേ ഥേ. ഒരു പേന കൊണ്ട് എങ്ങനെയാണ് അവര് കാര്യം നടത്തിയിരുന്നത് എന്നാണ് ചോദ്യം. എങ്ങനെയാണ്, ഒരാള് എഴുതിയതിനു ശേഷം മറ്റേ ആൾ എഴുതൂലേ. ഏക് ലൈൻ സമീർ ലിഖ്താ തോ ദൂസരി ലേഖക് ലിഖ്താ. ഒരു ലൈൻ സമീർ എഴുതിയാൽ രണ്ടാമത് ആരെഴുതും, ലേഖകൻ എഴുതും. ഒരു പേന വെച്ചിട്ട് ആദ്യം സമീർ എഴുതും, അതിനുശേഷം ലേഖകൻ എഴുതും. അങ്ങനെയാണ് അവരൊരു പേന വെച്ചിട്ട് കാര്യം നടത്തിയത് എന്നാണ് അതിന്റെ ആൻസർ. ഒരു മാർക്കാണല്ലോ, അതുകൊണ്ട് നമുക്ക് ഷോർട്ടാക്കി എഴുതിയാൽ മതി. नीचे दिए शब्दों के समानार्थक शब्द लेख से चुनकर लिखिए. താഴെ തന്നിരിക്കുന്ന രണ്ട് ശബ്ദം തന്നിട്ടുണ്ട്. ഒന്ന് കലം, അതുപോലെ തന്നെ വിചിത്ര. ഇതിന് സമാനാർത്ഥം, ഇതിന്റെ അതേ അർത്ഥം വരുന്നത് ഈ പാരഗ്രാഫിലുണ്ട്. അതെന്ത് ചെയ്യണം, നിങ്ങളോട് തെരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കലം എന്ന് പറഞ്ഞ പേന. നമ്മുടെ ഈ പാരഗ്രാഫില് പേനയ്ക്ക് എന്താണ് പറഞ്ഞത്, പെൻ എന്ന് തന്നെയാണ് പറയണത് അല്ലേ. പേനയ്ക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്, പെൻ എന്ന് തന്നെയാണ് പേനയ്ക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ്, കലം എന്നത് പെൻ എന്ന് എഴുതാം. വിചിത്രമായ, വിചിത്ര എന്നതിന് എന്താണ് പറഞ്ഞിരിക്കുന്നത്, അജീബ്. വിചിത്ര എന്നതിന് എന്താണ്, അജീബ്, വിചിത്രമായ, അജീബ് എന്നാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. എഴുതിയത് കാണിച്ചു തരാം. മൂന്നാമത്തത് കലം, പെൻ, വിചിത്ര, അജീബ്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ലേഖകോ കിസ് ബാത് മേ ദിക്കത്ത് ഹോത്തി. നെഹിയും നമുക്ക് വേണ്ട കേട്ടോ, നെഹിയും വേണ്ട. കാരണം നെഹിയും വരുമ്പോൾ ഈ ക്വസ്റ്റ്യൻ റെഡി ആവില്ല. അതുകൊണ്ട് നമുക്ക് ഈ നെഹിയും ഒഴിവാക്കാം. ലേഖകോ കിസ് ബാത് മേ ദിക്കത്ത് ഹോത്തി. ലേഖകന് ഏത് കാര്യത്തിലാണ് പ്രയാസം അനുഭവപ്പെട്ടിരുന്നത്, ഏത് കാര്യത്തിലാണ് ലേഖകന് പ്രയാസം തോന്നിയിരുന്നത്, ഏത് കാര്യത്തിലാണ്, ഒരു പേന കൊണ്ട് എഴുതുന്ന കാര്യത്തിലെ, ഒരു പേന കൊണ്ട് എഴുതുന്ന കാര്യം പ്രയാസമായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു, എങ്കിലും അത് അവർക്ക് സന്തോഷമുള്ള കാര്യം കൂടിയായിരുന്നു. നമ്മൾ പാഠത്തിൽ പഠിച്ചതാണ് അല്ലേ. ഏക് ഹി പെൻസേ ലിഖ്നെ പർ. ഒരു പേന ഉപയോഗിച്ച് എഴുതുന്നതിലാണ് അവർക്ക് പ്രയാസം ഉണ്ടായിരുന്നത്. സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണോ അത് തെരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 3 നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എത്ര എണ്ണം എഴുതണം എന്നത് ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. സഹി പ്രസ്താവ് ചുൻകർ ലിഖേ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക.
ദോ സഹി പ്രസ്താവ് അല്ലെങ്കിൽ ഏക്ക് സഹി പ്രസ്താവ്, തീൻ സഹി പ്രസ്താവ് ഒന്നും പറയാത്തത് കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം മാർക്ക് എത്രയാണ് എന്ന് നോക്കുക. മനസ്സിലായോ? അപ്പോൾ 1 മാർക്കാണ്. അപ്പോൾ ഇതിൽ 1 ശരിയായിട്ടുള്ളത് അല്ലേ? ഈ 3 1 ശരിയായിട്ടുള്ളത്. അപ്പോൾ ആ ശരിയായത് നമ്മൾ തിരഞ്ഞെടുക്കുക. ചീസേം ബാണ്ട്കർ ഇസ്തേമാൽ കർനെ സെ ദുഃഖി ബൻ ജാതി, ചീസേം ബാണ്ട്കർ ഇസ്തേമാൽ കർനെ സെ ഖുഷി മിൽത്തി, ചീസേം ബാണ്ട്കർ ഇസ്തേമാൽ കർനെ സെ നഷ്ട ഹോത്തി. എന്താണ്? ഖുഷിയാണ് അല്ലേ? ചീസേം ബാണ്ട്കർ ഇസ്തേമാൽ കർനെ സെ ഖുഷി മിൽത്തി. അതാണ് ശരിയായ ആൻസർ. ഖുഷി മിൽത്തി എന്നതാണ് എന്ത്? അതിലെ കറക്റ്റ് ആൻസർ ഏതാണ്? ഖുഷി മിൽത്തി എന്നതാണ്. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം. ഇത് കവിതയുടെ ഭാഗമാണ്. കവിതയുടെ ഈ വരികൾ വായിച്ചിട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ. ഇതിലും നിങ്ങൾക്ക് തന്നിരിക്കുന്നത് കവിതയ്ക്ക് വേണ്ടിയിട്ട് ഉചിതമായിട്ടുള്ള ശീർഷകം നൽകാനാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അതിന് മാർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ ഇതിനെന്ത് ചെയ്യണം? കവിതയ്ക്ക് ഉചിതമായിട്ടുള്ള ഒരു ശീർഷകം നൽകുക. ചിടിയ എന്നാണ് ഞാൻ ഇവിടെ നൽകിയിരിക്കുന്ന ശീർഷകം. फिर हम उनके पर निकलेंगे, उड़ जाएंगे, बया बनेंगे, हम सब तेरे पास रहेंगे, तू रोना मत चिड़िया റാണി, ബയാ ഹമാരി ചിടിയ റാണി. ബയാ ഹമാരി ചിടിയ റാണി എന്ന കവിതയിലെ വരികളാണിത് അല്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ ബയ എന്ന് പേര് കൊടുക്കാം, അല്ലെങ്കിൽ ചിടിയ എന്ന് കൊടുക്കുക, ചിടിയ റാണി കൊടുക്കുക. എന്താണോ നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി തോന്നുന്നത് അത് യോജിക്കുന്ന ഒരു പേര് നിങ്ങൾ അതിനു വേണ്ടി കൊടുക്കുക. ഓക്കെ. ഇനി കവിതക്ക് ആശയം. അടുത്തതായിട്ട് ഇനി എന്താണ്? 2 മാർക്കാണ് കവിതയുടെ ആശയം എഴുതുക. കവിതയുടെ ആശയം, ഈ കവിത എഴുതിയത് ആരാണെന്ന് എഴുതണം, പിന്നീട് വരികളുടെ ആശയവും എഴുതുക. ബയാ ഹമാരി ചിടിയ റാണി കവിത മഹാദേവി വർമ്മ ने लिखा है. ബയാ ഹമാരി ചിടിയ റാണി എന്ന കവിത മഹാദേവി വർമ്മയാണ് എഴുതിയിരിക്കുന്നത്. ഇസ്മേ കവയത്രി कहता है कि സബി കി എന്നത് ഇവിടെയാണ് മക്കളെ വരിക, ഇവിടെ നിന്നാണ് വരിക കി. എന്തെന്നാൽ ഉള്ള കീ ആണ്. कहता है, कहता है 2 വരെ ഉണ്ടാവും. इसमें कवयत्री कहता है कि सभी जीव जंतु इस धरती के അവകാശി है. സബി ജീവജന്തു, എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ അവകാശമുണ്ട്. എല്ലാവരും ഈ ഭൂമിയുടെ അവകാശികളാണ്. എല്ലാ ജീവജാലങ്ങളും ഈ ഭൂമിയുടെ അവകാശികളാണ്. പങ്ക് നിഗൽനെ पर उड़ जाना चिड़िया की सहज वृत्ति है. ചിറക് മുളച്ചു കഴിഞ്ഞാൽ പറന്നു പോവുക എന്നത്, സ്വതന്ത്രരായി പറന്നു പോവുക എന്നത് പക്ഷികളുടെ സഹജവൃത്തിയാണ്. ഉസ്മേ ദുഃഖി ഹോനേക്ക് കോയി ബാത്ത് നഹീം, അതിൽ ദുഃഖിക്കേണ്ട ഒരു കാര്യവുമില്ല എന്നാണ് ആ വരികളുടെ അർത്ഥം. ദുഃഖിക്കരുത് എന്നൊക്കെയാണ് കുട്ടികൾ പറയുന്നത് അല്ലേ? അപ്പൊ അതിൽ ദുഃഖിക്കേണ്ട ഒരു കാര്യവുമില്ല. അത് പക്ഷികളുടെ ജീവിതത്തിലുള്ളൊരു ഭാഗമാണ്. ജീവിതത്തിന്റെ രീതി തന്നെയാണ് ചിറക് മുളച്ചു കഴിഞ്ഞാൽ പറന്നു പോവുക എന്നത്. नीचे दिए शब्दों का समानार्थक शब्द कविता से लिखें. ഇതിൽ തന്നിരിക്കുന്നത് സമാനാർത്ഥ ശബ്ദം എഴുതാനാണ്. പങ്ക്, പങ്ക് പറഞ്ഞെന്താണ്? ചിറക് അല്ലേ? പങ്ക്. അത് നമ്മൾ ഇതിൽ എന്താ പഠിച്ചത്? പങ്കിന് ഫിർ ജബ് ഉസ്കെ പർ നികലേങ്കെ, പർ അല്ലേ? പങ്കിന് എന്താ നമ്മൾ പഠിച്ചത്? പർ എന്നാണ് പഠിച്ചത്. പിന്നെ പക്ഷി, പക്ഷി എന്നതിന് ഇതില് ചിടിയ എന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ആൻസർ എഴുതി നോക്കാം. പർ പങ്ക്, पर പക്ഷി, चिड़िया. അടുത്ത ക്വസ്റ്റ്യൻ. चिड़िया को पर निगलने पर क्या करते हैं? चिड़िया പക്ഷിക്ക്, पर പറഞ്ഞാല് പങ്ക്, ചിടിയ പക്ഷിക്ക് ചിറക് എന്താ പറയാ, ചിടിയാക്കോ पर निगलने पर क्या करते हैं? ചിറക് മുളച്ചു കഴിഞ്ഞാൽ പക്ഷികൾ എന്താണ് ചെയ്യുന്നത്? रोते हैं, उड़ जाते हैं, दौड़ते हैं. उड़ जाते हैं അല്ലെ? പറന്നു പോവുകയാണ് ചെയ്യുന്നത്. എന്താണ്? ഉഡ് ജാത്തെ ഹെ, അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് സഹി മിലാനാണ്. ബയ ബർത്ത്ഡേ ഷേർമേ ചിൽഡ്രൻ ഓഫ് ഹെവൻ അലി ഓർ സാഹിറ. ബയ അത് നമുക്ക് മാച്ച് ചെയ്യാനുള്ളത്, അതായത് മിലാൻ ചെയ്യാനുള്ളത് ദോ ദോ लाइन होती जन्नत के बच्चे बाई बहन है चिड़िया തോഫ അല്ലേ? അപ്പൊ ബയ, ബയ നമ്മൾ പഠിച്ചത് ആരായിട്ടാണ് ബയനെ പഠിച്ചത്? ബയ ചിടിയ അല്ലെ? ബയ ചിടിയ. ബർത്ത്ഡേ, ബർത്ത്ഡേക്ക് എന്താണ് ലഭിച്ചത്? തോഫ.
തോഫ അല്ലെ, ബർത്ത്ഡേ തോഫ. ഷേർ മേ ദോ ലൈൻ ഹോത്തി ഹെ. ഷേറിൽ എന്തൊക്കെ ഉണ്ടാവുന്നു നമ്മൾ ആ പാഠത്തിൽ പഠിച്ചതാണ്. 2 ഈരടികളിലെ 2 വരികളാണ് ഉണ്ടാവുക. ചിൽഡ്രൻ ഓഫ് ഹെവൻ ജന്നത്ത് കെ ബच्चे. ചിൽഡ്രൻ ഓഫ് ഹെവൻ ആണ് ജന്നത്ത് കെ ബच्चे എന്ന പേരിൽ നമുക്ക് പഠിക്കാൻ തന്നിരിക്കുന്നത്. അലി ഓർ സാഹറ, അലിയും സാഹറയും ബായി ബഹൻ, രണ്ടുപേരും സഹോദരനും സഹോദരിയുമായിരുന്നു. സഹോദരി സഹോദരന്മാരായിരുന്നു അലിയും സാഹിറയും. അപ്പൊ അത്രയും നമ്മൾ സഹി മിലാൻ ചെയ്ത് കഴിഞ്ഞു. വളരെ സിമ്പിളാണ്. സഹി മിലാൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, തന്നിരിക്കുന്നത് നന്നായിട്ട് വായിച്ചു നോക്കുക. 2 സൈഡ് നന്നായിട്ട് വായിച്ചു നോക്കുക. എന്നിട്ട് അതിന് ശേഷം ഓരോന്നോരോന്ന് നിങ്ങളത് യോജിക്കുന്നത് തിരഞ്ഞെടുക്കാൻ നോക്കുക. ആദ്യം തന്നെ ബയ എന്നത് നിങ്ങൾക്ക് ഇതൊന്ന് തിരഞ്ഞെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ബർത്ത്ഡേ എന്നത് നോക്കുക കിട്ടുന്നുണ്ടോന്ന്. ഓരോന്ന് വെച്ചിട്ട് ബയ എടുക്കുക, ദോ ലൈൻ ഹോത്തി, ബയ ജന്നത്ത് കെ ബच्चे, ബയ ബായി ബഹൻ ഹെ, ബയ ചിടിയ, ബയ തോഫ, അങ്ങനെ ഒന്നിനെ വെച്ച് തന്നെ വായിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കിട്ടും ബയ ചിടിയ അല്ലെ. ഇനി അടുത്തത് നോക്കാം. ഉദ്ഘോഷണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി ആയിട്ട് വന്നത് തന്നെയാണ് ഇവിടെ എക്സാമിന് ചോദിച്ചിരിക്കുന്നത്. ഉദ്ഘോഷണം തയ്യാറാക്കുക. आपके स्कूल में हिंदी क्लब के नेतृत्व में जन्नत के बच्चे नामक ईरानी फिल्म का प्रदर्शन होने वाला है. फिल्मी प्रदर्शनी के लिए एक उद्घोषणा तैयार करें. ഉദ്ഘോഷണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. प्यारे बच्चों ध्यान दीजिए, आने वाले शुक्रवार को हमारे स्कूल सभागृह में सुबह 9 बजे से माजिद मजीदी का जन्नत के बच्चे फिल्म प्रदर्शनी होने वाला है. सभी छात्रों को स्वागत करता हूँ. വരുന്ന അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ സ്കൂളിലെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് സുബഹ് 9 ബജെ രാവിലെ 9 മണിയാവുന്ന സമയത്ത് മാജിദ് മജീദിയുടെ ജന്നത്ത് കെ ബच्चे എന്ന ഫിലിം പ്രദർശൻ നടക്കുന്നുണ്ട്. എല്ലാ കുട്ടികളെയും ആ ഫിലിം പ്രദർശനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും കൃത്യസമയത്ത് എത്തണം, എല്ലാവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്നാണ് അനൗൺസ് അല്ലേ, ഉദ്ഘോഷണ. അപ്പൊ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഉദ്ഘോഷണം തയ്യാറാക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. एक ഉദ്ഘോഷണ തയ്യാർ കരെ. അടുത്തത് ചോദിച്ചിരിക്കുന്നത് പൂരാ കരീമാണ്. പൂരാ കരീം. മാം കെ പിത, അമ്മയുടെ പിതാവ്. അമ്മയുടെ അച്ഛനെ ദാദ എന്നാണോ നാന എന്നാണോ നാനി എന്നാണോ എന്താ പറയാ? നാന അല്ലെ. നാന പറഞ്ഞാൽ അമ്മയുടെ അച്ഛൻ, അമ്മച്ചൻ. നാനി പറഞ്ഞാൽ അമ്മയുടെ അമ്മ, അമ്മമ്മയ്ക്കാണ് നാനി പറയാ. ദാദ പറഞ്ഞാല് അച്ഛനെയാണ് ദാദ പറയാ. ദാദി അച്ഛമ്മ, അച്ഛന്റെ അച്ഛനെയാണ് ദാദ എന്ന് പറയുന്നത്. അമ്മയുടെ അച്ഛനെയാണ് നാന എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ചോദിച്ചത് അമ്മയുടെ അച്ഛനെ എന്താ പറയുന്നത്? മാം കെ പിത, അമ്മയുടെ അച്ഛൻ. അമ്മയുടെ അച്ഛൻ ആരാണ്? നാന. മദർ തെരേസ की जिंदगी കലാകാർ, മാനവത, ചിത്രകാർ. മാനവത की जीती जागती मिसाल അല്ലെ. മദർ തെരേസ മാനവതയാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നോക്കാം 5ാമത്തെ ക്വസ്റ്റ്യൻ. കഹാനിക്ക് അംശ് പഠേം ഓർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേം. ഈ നിങ്ങൾക്ക് പഠിക്കാൻ തന്നിരിക്കുന്ന ഒരു കഥയാണിത്, ഗുഡു ഓർ ഗുഡലി. ആ ഗുഡുവിന്റെയും ഗുഡലിയുടെയും കഥയുടെ ഭാഗമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇത് വായിച്ചതിന് ശേഷം താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗുഡലി ജഡ്സെ ഭാഗി. ഗുഡലി പെട്ടെന്ന് തന്നെ ഓടി. ഗുഡു ചാന്ദിനി തലേകടാത. ഗുഡു ചാന്ദിനി മരത്തിന് താഴെ നിൽക്കുന്നുണ്ടായിരുന്നു. ഗുഡലി ചാന്ദിനിക്ക് തലേ ജാക്കർ ഗോകുൽ ഗായ്ക്കോ ടൂണ്ടിനെ ലേകി. ഗുഡലി ചാന്ദിനിയുടെ താഴെ പോയിട്ട്, ചാന്ദിനി മരത്തിന് താഴെ പോയിട്ട് ഗോകുൽ ഗായ്കളെ അന്വേഷിക്കാൻ തുടങ്ങി. തബി ഗുഡുനെ ചാന്ദിനിക്ക് പേട് കോ ജോർ സെ ഹിലാ ദിയ. അപ്പോൾ ഗുഡു ചാന്ദിനി മരം ശക്തമായി പിടിച്ചു കുലുക്കി. पेड़ की पत्तियों और फूलों पर ठहरा हुआ सारा पानी गुडली के ऊपर गिरा.
പേടിക്ക് പത്തിയും ഓർ ഫൂലോം പർ. മരത്തിന്റെ ഇലകളിലും പൂക്കളിലുമായിട്ട് തങ്ങി നിൽക്കുന്ന എല്ലാ വെള്ളവും ഗുഡലിയുടെ ശരീരത്തിലേക്ക് വീണു. വഹ് തർബദർ ഹോ ഗയി. അവൾ ആകെ നനഞ്ഞു കുതിർന്നു. ഇനി ക്വസ്റ്റ്യൻ നോക്കാം. ചാന്ദിനിക്ക് തലേ കോൻ ഗടാത. ചാന്ദിനിക്ക് തലേ ആരാണ്? ചാന്ദിനി മരത്തിന് താഴെ നിന്നിരുന്നത് ആരാണ്? ഗുഡ്ഡു അല്ലേ? ദാ ഇവിടെ തന്നെ ഉണ്ട് ഗുഡ്ഡു. ചാന്ദിനിക്ക് തലേ ഗടാത. അപ്പൊ എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? കോൻ. ആര്? കോൻ പറഞ്ഞാൽ എന്താണ്? ആര്? കോൻ പറഞ്ഞാല് ആര്? അപ്പൊ ചാന്ദിനി തലേ കോൻ ഗടാത. ഗഡ പറഞ്ഞാൽ നിൽക്കുക. കോൻ ഗടാത ആരാണ് നിന്നത്? ആരാണ് അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്? ഗുഡ്ഡു. ആൻസർ എഴുതിയിട്ടുണ്ട്. ഗുഡ്ഡു കണ്ടാ? ഗുഡ്ഡു ആണ് അവിടെ നിന്നത്. ഇനി അടുത്ത് നോക്കാം. കിസ്നെ ഗോകുൽ ഗായ്ക്കോ ടൂണ്ടനിലേക്ക്. ആരാണ് ഗോകുൽ ഗായികളെ അന്വേഷിക്കാൻ തുടങ്ങിയത്? അതും നിങ്ങൾക്ക് ഈ പാരഗ്രാഫിൽ തന്നെ കിട്ടും. ഗുഡലി ചാന്ദിനി തലേ ജാക്കർ ഗോകുൽ ഗായ്ക്കോ ടൂണ്ടനിലേക്ക്. അപ്പൊ ആരാണ് അന്വേഷിക്കാൻ തുടങ്ങിയത്? ഗുഡലി അല്ലേ? ഗുഡലിയാണ് ചാന്ദിനി മരത്തിന് താഴെ ചെന്നിട്ട് ഗുഡലിയാണ് ഗോകുൽ ഗായികളെ അന്വേഷിക്കാൻ തുടങ്ങിയത്. കിസ്നെ ഗോകുൽ ഗായ്ക്കോ ടൂണ്ടനിലേക്ക്. കിസ്നെ ഗുഡലി കൈസെ തർബദർ ഹോ ഗയി. ഗുഡലി കൈസെ. കൈസെ പറഞ്ഞ എങ്ങനെ? കൈസെ എങ്ങനെ? കൈസെ എങ്ങനെ? ഗുഡലി എങ്ങനെയാണ് നനഞ്ഞത്? എങ്ങനെയാണ് ഗുഡലി നനഞ്ഞത്? ഗുഡ്ഡു എന്ത് ചെയ്തു? ഗുഡ്ഡുവിനെ ചാന്ദിനിക്ക് പേട് ഹിലാ ദിയ അല്ലെ? ഗുഡ്ഡു ചാന്ദിനി പേട് പിടിച്ച് കുലുക്കി. ഗുഡ്ഡുവിനെ ചാന്ദിനിക്ക് പേടുക്കോ സോർസെ ഹിലാ ദിയ. ഗുഡ്ഡു ചാന്ദിനി പേട് ശക്തമായിട്ട് പിടിച്ച് കുലുക്കി. പേടിക്ക് പത്തിയും ഓർ ഫൂലോം. പേട് മരത്തിലുണ്ടായിരുന്ന വെള്ളം മുഴുവൻ എന്തായി? ഗുഡലിയുടെ ശരീരത്തിലേക്ക് വീഴുകയും ഗുഡലി നനയുകയും ചെയ്തു അല്ലെ? ഒരു മാർക്കാണ്. അതുകൊണ്ട് ഈ ഒരൊറ്റ സെന്റൻസ് എഴുതിയാൽ മതി. ഗുഡ്ഡുവിനെ ചാന്ദിനിക്ക് പേട് സോർസെ ഹിലാ ദിയ. ഗുഡ്ഡു ചാന്ദിനി മരം പിടിച്ച് ശക്തമായി കുലുക്കി. ആ സമയത്ത് ഗുഡലി നനഞ്ഞു അല്ലെ? ഒരു മാർക്കായതുകൊണ്ട് ഒരു സെന്റൻസ് എഴുതാം. കഹാനിക്കോ ഉചിത് ശീർഷകത. ഈ കഥയ്ക്ക് നിങ്ങളുടെ ഉചിതമായിട്ടൊരു ശീർഷക നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കഥയ്ക്ക് പറ്റിയ ഗുഡ്ഡു ഓർ ഗുഡലിന്നോ പിന്നെന്ത് എഴുതാൻ പറ്റും? ഗോകുൽ ഗായി എന്ന് എഴുതാം. ചാന്ദിനി കാ പേട് എഴുതാം അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് അതിന് പേര് നൽകാൻ പറ്റുന്നത് അതിനനുസരിച്ച് ഒരു പേര് നൽകാം. മിത്രത എന്നാണ് ഞാൻ ഇവിടെ നൽകിയിരിക്കുന്നത്. മിത്രത പറഞ്ഞാല് എന്താ? സൗഹൃദം. ഈ രണ്ട് കുട്ടികളുടെയും സൗഹൃദമാണ് ഈ പാഠത്തിലൂടെ നമ്മൾ പഠിച്ചു അല്ലേ? സുഹൃത്ത് ബന്ധമാണ്. ഓരോ ബന്ധങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നത്. ഇവിടെ സുഹൃത്ത് ബന്ധമാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ എന്താണ്? മിത്രത എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ചാന്ദിനി കാ പേട് കൊടുക്കുക. ഗുഡ്ഡു ഓർ ഗുഡലി നമ്മുടെ പാഠത്തിന്റെ പേരാണ്. ഗോകുൽ ഗായി കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്താണോ ഇതില് കൊടുക്കാൻ വേണ്ടിയിട്ട് യോജിക്കുന്നതായി തോന്നുന്നത് ആ പേര് നിങ്ങൾ കൊടുക്കുക. ഇനി അടുത്ത സഹി പ്രസ്താവ് ചുൻകറിലേക്കാണ്. ശരിയായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗുഡലിനെ ചാന്ദിനിക്ക് പേടുക്കോ ഹിലാദിയ. ഗുഡലി അല്ലല്ലോ ചാന്ദിനി പേട് കുലുക്കിയത് അല്ലെ? ഗുഡ്ഡുവിനെ ചാന്ദിനിക്ക് പേടുക്കോ ഹിലാദിയ. അതാണ് ശരിയായിട്ട് വരുന്നത്. ഗുഡ്ഡു എന്ത് ചെയ്തു? ചാന്ദിനി പേട് പിടിച്ചു കുലുക്കി. അപ്പോൾ ഒരു ശരിയാണ് ഇതിലുള്ളത്. ഒരു മാർക്കാണ്. ഒരു ശരിയാണുള്ളത്. അത് നോക്കിയിട്ട് എഴുതാം. ഇനി നമ്മൾ ലാസ്റ്റ് ആക്ടിവിറ്റിയാണ് पूरा करें. निम्मी का जन्म 10 अगस्त 2012 को हुआ. നിമ്മിയുടെ ജന്മദിനം ആഗസ്റ്റ് 10 2012 അതുപോലെ മേരാ ജന്മം നിങ്ങൾക്കൊക്കെ ഉണ്ടായിരിക്കും ജനിച്ച ഡേറ്റ് അല്ലേ? അപ്പൊ ആ ഡേറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ എഴുതിയതുപോലെ നിങ്ങൾ എഴുതാം. ജന്മ 10 ആഗസ്റ്റ് എന്നുള്ളത് ചിലപ്പോൾ 15 സെപ്റ്റംബറോ അല്ലെങ്കിൽ ഒക്ടോബറോ അങ്ങനെ ഏതെങ്കിലും ആയിരിക്കും. അപ്പൊ അത് വെച്ചിട്ട് എഴുതാം. 2012 ചിലപ്പോൾ ഏറെയും കുട്ടികൾക്ക് ഈ വർഷം തന്നെ ആയിരിക്കും വരുന്നത്. പക്ഷെ നിങ്ങൾക്ക് മാസത്തിനും അതുപോലെ തന്നെ ഡേറ്റിനും വ്യത്യാസം ഉണ്ടായിരിക്കും. വർഷം ചിലപ്പോൾ എല്ലാ കുട്ടികൾക്കും ഏകദേശം 2012 തന്നെ ആയിരിക്കും. ആ മേരാ ജന്മ എന്നത് നിങ്ങളിവിടെ നിങ്ങളുടെ ജനിച്ച ഡേറ്റ് എഴുതാം. പിന്നെ നിമ്മിക്ക പരീക്ഷ ബർത്ത്ഡേ സിനിമ. എന്താണ് നിമ്മിയുടെ? എന്താണ് നമ്മുടെ പാഠത്തിൽ പഠിച്ചത്? ബർത്ത്ഡേ ആണ് അല്ലേ? നിമ്മിക്ക ബർത്ത്ഡേ ആണ് നമ്മൾ പഠിച്ചത്.
ബയാ ഹമാരി ചിടിയ റാണി പാനി ലാക്കർ മഹൽ ബനാത്തി തിനുക്കെ ലാക്കർ മഹൽ ബനാത്തി ദാന ലാക്കർ മഹൽ ബനാത്തി. ഏതാണ് ശരിയായിട്ടുള്ളത്? തിനുക്കെ അല്ലേ? തിനുക്ക കൊണ്ടാണ് മഹൽ ഉണ്ടാക്കുന്നത്. ബയാ ഹമാരി ചിടിയ റാണി തിനുക്കെ ലാക്കർ മഹൽ ബനാത്തി അല്ലേ? ഇനി ബർത്ത്ഡേ കാർഡ് ബർത്ത്ഡേ കാർഡിൽ എന്താണ് ഉണ്ടായിരുന്നത്? കഹാനി ലിഖാത, കഹാനിയാണ് എഴുതിയിരുന്നത്. ഷേർ ലിഖാത, കവിത ലിഖാത. എന്താണ്? ഷേർ ആണ് അല്ലേ? ഷേർ ലിഖാത, അതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് ജന്നത് കെ ബച്ചെ ഫിലിം കെ മുഖ്യ കിർദാർ. കിർദാർ പറഞ്ഞാൽ കഥാപാത്രം. കിർദാർ ആരാണ്? കിർദാർ പറഞ്ഞാൽ എന്താണ്? കഥാപാത്രം. ജന്നത് കെ ബച്ചെ എന്ന ഫിലിമിലെ മുഖ്യ കഥാപാത്രം ഏതൊക്കെയാണ്? ആരൊക്കെയാണെന്ന് ചോദിച്ചത്. സമീർ ഓർ ലേഖക്, സമീറും ലേഖകനും. അലി ഓർ സാഹറ, അമ്മി അബ്ബു. ഏതാണ്? അലി ഓർ സാഹറ അല്ലെ? അലിയും സാഹറയാണ് നമ്മുടെ ജന്നത് കെ ബച്ചെ ഫിലിമിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഇനി ആൻസർ എഴുതിയാൽ നോക്കാം. ആ ആക്ടിവിറ്റി, അഞ്ചാമത്തെ ആക്ടിവിറ്റിന്റെ ആൻസർ ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചു തന്നു. ഇനി അത് എഴുതിയത് ഇതാ ഇവിടെ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ആൻസർ ഗുഡ്ഡു, 2 ഗുഡലി. ഗുഡ്ഡുവിനെ ചാന്ദിനി കെ പേട് കോ ഹിലാ ദിയ. മിത്രത. പിന്നെ നിങ്ങളോട് ശരിയായിട്ടുള്ളത് എടുത്തെഴുതാൻ പറഞ്ഞതും ഗുഡ്ഡുവിനെ ചാന്ദിനി കെ പേട് കോ ഹിലാ ദിയ എന്ന് തന്നെയാണ് അല്ലേ? ആ സെന്റൻസ് 3 തന്നിട്ട് ഏതാണോ ശരിയായ ഒന്ന് എഴുതാൻ പറഞ്ഞതും അതുപോലെ തന്നെ മൂന്നാമത്തെ ആൻസറും ഒരേ സെന്റൻസ് തന്നെയാണ് വരുന്നത്. ഇനി ആറാമത്തെ ആക്ടിവിറ്റിന്റെ നമുക്ക് നോക്കാം. ആറാമത്തത് ഇവിടെ 2012 ആഗസ്റ്റ്. ബാക്കി നിങ്ങളുടെ ജനിച്ച ഡേറ്റ് നിങ്ങൾ എഴുതാം. ആഗസ്റ്റ് അതെങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ജനിച്ച വർഷവും ഡേറ്റും എഴുതാം. പിന്നെ രണ്ടാമത്തത് ബർത്ത്ഡേ ആണ്. പിന്നീട് തിനുക്കെ, ഷേർ, അലിയോർ, സാഹറ. അത്രയാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം നമ്മളുടെ ഈ ക്വസ്റ്റ്യൻ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞു. പൂർണ്ണമായിട്ടും 6 ആക്ടിവിറ്റി ഉള്ളത് 6 ആക്ടിവിറ്റി നമ്മൾ ചെയ്തു അല്ലേ? ഒന്നാമത്തെ ആക്ടിവിറ്റി ആണത്. രണ്ടാമത്തത്, മൂന്നാമത്തത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാനുള്ളതേ ഉള്ളൂ. മൂന്നാമത്തത് അതിൽ തന്നെ ഉണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ. മിലാൻ കറിയാണല്ലോ മൂന്നാമത്തെ വരുന്നത്. അതിൽ തന്നെ നിങ്ങൾക്ക് ചെയ്താൽ മതി. നാലാമത്തെ ആക്ടിവിറ്റി ഇതാക്കണം, ഉദ്ഘോഷണ. അഞ്ചാമത്തത് गुड्डू गुडली, गुड्डू ने चांदनी के पेड़ को हिला दिया. मित्रത, गुड्डू ने चांदनी के पेड़ को हिला दिया. അടുത്ത ആക്ടിവിറ്റി, ആറാമത്തെ ആക്ടിവിറ്റി ആണ്. അതിന്റെ ആൻസർ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് ശരിക്കും നോക്കുക. ബുക്ക് മാറിയതാണ്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു ബുക്ക് ആയതുകൊണ്ട് തന്നെ പുതിയ പാഠങ്ങളാണ്. അതുവരെ കഴിഞ്ഞ വർഷമൊന്നും പഠിക്കാത്ത, കഴിഞ്ഞ വർഷത്തെ ഒരു എന്താ പറയുക, നേരത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. നമുക്ക് പുതിയതായിട്ടുള്ള പാഠബുക്ക് ആയതുകൊണ്ട് തന്നെ പുതിയ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒന്നും നമുക്ക് കിട്ടൂല. പുതിയതായിട്ട് നിങ്ങളാണ് ഫസ്റ്റ് എക്സാം എഴുതുന്നത്. ഈ പാഠബുക്കിൽ എക്സാം എഴുതുന്ന ഫസ്റ്റായിട്ട് എഴുതുന്ന കുട്ടികൾ നിങ്ങളാണ്. അപ്പം നിങ്ങളുടെ കയ്യിലാണ് ആദ്യം തന്നെ ഈ ക്വസ്റ്റ്യൻ എത്തല്ലേ. അതുപോലെയുള്ളൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണിത്. എല്ലാവരും നോക്കിയിട്ട് പഠിക്കുക. ഏകദേശം ഇതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഓക്കെ, അപ്പം എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശരിക്കും നോക്കുക. ശരിക്കും എല്ലാ ക്വസ്റ്റ്യൻ ഫുള്ള് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയിട്ട് ആൻസറിലേക്ക് നോക്കുക. ആദ്യം തന്നെ ക്വസ്റ്റ്യൻ ഒക്കെ ഒന്ന് കണ്ട് വായിച്ച് 2-3 തവണ വായിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എക്സാമിന് ആൻസർ ചെയ്യുക. ഓക്കെ.